ഹലോ, എന്തുണ്ട് വിശേഷം? സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇത് നമ്മുടെ ആൻസർ വീഡിയോ ആണ്. ഈയിടെ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അതിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ. ആൻഡ് ബെസ്റ്റ് 10 ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് ചൂസ് ചെയ്ത് ഞാൻ ആൻസർ ചെയ്യുമെന്ന്. ഞാൻ ശരിക്കും പെട്ടുപോയി. കാരണം അറൗണ്ട് 4000 കമൻസ് ഉണ്ടായിരുന്നു, ക്ലോസ് ടു 4000. അങ്ങനെ 4000 കമന്റിൽ നിന്ന് ഞാൻ എങ്ങനെയൊക്കെയോ മുങ്ങി തപ്പി 10 ക്വസ്റ്റ്യൻസ് ചൂസ് ചെയ്യാൻ നോക്കിയപ്പോൾ എനിക്ക് തന്നെ വിഷമം തോന്നി. കാരണം ഒത്തിരി പേരുടെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഐ ചോസ് 20 ക്വസ്റ്റ്യൻസ്. ഞാൻ 20 ചോദ്യങ്ങൾ വളരെ കഷ്ടപ്പെട്ട് സെലക്ട് ചെയ്ത് അതാണ് ആൻസർ ചെയ്യാൻ പോകുന്നത്. ബട്ട് ഐ ഹാവ് ടു ടെൽ യു സംതിങ്. താങ്ക് യു. ഇത്ര വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി ക്വസ്റ്റ്യൻസ് കമന്റ് ചെയ്തതിന്. കാരണം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മെലഡി എന്തുകൊണ്ടാണ് ഇത്രം ചോക്ലേറ്റി തൊട്ട് ചേച്ചിയുടെ ടൂത്ത് പേസ്റ്റിൽ ഉപ്പുണ്ടോ എന്ന ചോദ്യം വരെ കമന്റ് ബോക്സിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് തന്നെ വിഷമം തോന്നുന്നുണ്ടായിരുന്നു ഇതിനെ ചുരുക്കി സെലക്ട് ചെയ്യാൻ. ബട്ട് then again 4000 ക്വസ്റ്റ്യൻ ആൻസർ പറയുന്നത് ഇച്ചിരി ഓവറായി പോകത്തില്ല. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? സ്കൂൾ ഡേയ്സ്. ഹായ് സൗമ്യ. സ്കൂൾ ഡേയ്സിൽ ഒത്തിരി മെമ്മറബിൾ മൊമെന്റ്സ് ഉണ്ട്. ശരിക്കും ഞാൻ ഇപ്പോൾ എന്തൊക്കെയാണോ അതിന് വളരെയധികം കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ഫേസ് തന്നെയായിരുന്നു എൻ്റെ സ്കൂൾ ലൈഫ് എന്ന് പറയുന്നത്. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ ഡാൻസ് കളിച്ചിട്ടുള്ളതും സ്റ്റേജിൽ കയറിയിട്ടുള്ളതും ലീഡറായിട്ടുള്ളതും 14 വർഷം, ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ട് 12th സ്റ്റാൻഡേർഡ് വരെയും LKG UKG 14 വർഷം എന്ന് പറയുന്നത് ലോങ് ടൈം. സോ ബട്ട് എനിക്ക് ഒത്തിരി സന്തോഷം കിട്ടിയിട്ടുള്ളൊരു മൂമെന്റ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ട്രിവാൻഡ്രത്താണ് പഠിക്കുന്നത്. അപ്പോൾ ട്രിവാൻഡ്രത്ത് ലാ ഫെസ്റ്റ് എന്ന് പറയുന്ന ഒരു പോപ്പുലർ ആയിട്ടുള്ളൊരു ഇന്റർ സ്കൂൾ ഫെസ്റ്റ് നടക്കാറുണ്ട്. അതിപ്പോൾ ഇല്ല ഫെസ്റ്റ്. ബട്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വൺ ഓഫ് ദി മോസ്റ്റ് ഹാപ്പനിങ് തിങ്സ് ആയിരുന്നു. അപ്പം ലാ ഫെസ്റ്റ് ലോയോള സ്കൂളാണ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഫെസ്റ്റിന് നമ്മുടെ സ്കൂള് സ്ഥിരമായിട്ട് പോകാറുണ്ടായിരുന്നു ആ സമയമൊക്കെ. ഞാൻ 12th പഠിക്കുന്ന വർഷം അവിടെ പോയപ്പോൾ ലാ ഫെസ്റ്റില് ലാ പെർസോണ എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ ഉണ്ട്. അതൊരു പേഴ്സണാലിറ്റി കോൺടെസ്റ്റ് ആണ്. അപ്പോൾ 2 പേരാണ് ജയിക്കുന്നത്, ഒരു ബോയും ഒരു ഗേളും. ബോയ് വിൽ ബി മിസ്റ്റർ ലാ ഫെസ്റ്റ്, ഗേൾ വുഡ് ബി മിസ് ലാ ഫെസ്റ്റ്. അപ്പൊ ഞാൻ ഒരു വർഷം ഫുൾ അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത്, കാരണം എനിക്കത് ജയിക്കണം എന്ന് ഭയങ്കര ഇതുണ്ടായിരുന്നു. പ്രിപ്പയർ ചെയ്ത് അങ്ങനെ ഫുൾ സെറ്റ് ആയിട്ട് പോയി. ഞാൻ 12th പഠിക്കുമ്പോൾ പോയപ്പോൾ ഞാൻ അത് ജയിച്ചു. ആൻഡ് നമ്മുടെ സ്കൂളിനാണ് ആ വർഷം ഓവറോൾ കിട്ടിയതും. അപ്പോൾ അതെനിക്ക് എൻ്റെ സ്കൂൾ മെമ്മറിയിലെ ഭയങ്കര ഒരു ഷൈനിങ്, ഒരു എന്താ പറയുക, ഇങ്ങനെ ടിങ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു മെമ്മറിയാണ്. എനിക്ക് ഭയങ്കര പ്രഷ്യസ് ആയിട്ടുള്ളൊരു മെമ്മറിയാണത്. അപ്പം സ്കൂൾ മെമ്മറിയിൽ ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ളൊരു സംഭവം, ഞാൻ ലാ ഫെസ്റ്റിന് പോയപ്പോൾ ലാ പെർസോണ ജയിച്ചതും എൻ്റെ സ്കൂൾ അന്ന് അവിടെ ജയിച്ചതും, അതൊരു മെമ്മറബിൾ ആയിട്ടുള്ളൊരു പരിപാടിയാണ്. Oh my god. Hi Meenakshi. ഇത് വൺ ഓഫ് ദ ഫേവറേറ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു എൻ്റെ കമൻറ്റ് ബോക്സിൽ. ടച്ച് വുഡ്, ഹെവനിൽ പോകുമ്പോൾ ഇർഫാൻ ഖാനെ കണ്ടാൽ ആദ്യം I'll hug him and I'll tell him I love you. എന്നിട്ട് ഞാൻ എന്ത് ചോദിക്കുന്നല്ലേ, I'll ask him, വരൂ, ലെറ്റ്സ് മേക്ക് എ മൂവി, ഷാൽ വി മേക്ക് എ മൂവി, നമുക്ക് ഹെവനിൽ ഒരു സിനിമ ഉണ്ടാക്കിയാലോ എന്ന് പറയും. അതിന് എന്ത് പേരിടാം? മെയ്ഡ് ഇൻ ഹെവൻ? മെയ്ഡ് ഇൻ ഹെവൻ ഓൾറെഡി ഉണ്ടല്ല, പേര് പിന്നെ തീരുമാനിക്കാം. ഇത് ചോദിക്കും. ഹായ് അച്ചൂട്ടി. ബെസ്റ്റ് സബ്ജക്ട് ഇംഗ്ലീഷ്, വേഴ്സ്റ്റ് സബ്ജക്ട് ഫിസിക്സ്. ഹായ് ഷോലി. സ്ട്രഗ്ലിംഗ് പീരീഡ് ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത്, എനിക്ക് തോന്നുന്നു സ്റ്റീവ് ലോപ്പസ് കഴിഞ്ഞിട്ട് ഒരു പോയിന്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഒരു സിനിമയുടെ ഓഫറും ഒന്നും വരുന്നുണ്ടായിരുന്നില്ല. ആരും സിനിമ കണ്ടു എന്ന് പറയുന്ന പോലും ഇല്ലാത്ത ഒരു ഫേസ് ഉണ്ടായിരുന്നു. അത് എനിക്ക് ഇറ്റ് വാസ് ക്വൈറ്റ് എ സ്ട്രഗ്ലിംഗ് പീരീഡ്. കാരണം ഐ വാസ് വെരി യങ് ആൻഡ് ഒരു സിനിമ ചെയ്തും പോയി, പിന്നെ സിനിമ വരുന്നുമില്ല. ആൾക്കാരൊക്കെ ചോദിക്കുകയും ചെയ്യുന്നുണ്ട്, ഇപ്പൊ സിനിമയൊന്നും ഇല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അത് എനിക്ക് ഇറ്റ് വാസ് ഡിഫിക്കൾട്ട്. ഐ മീൻ it was a difficult phase for me.
പക്ഷെ ഇപ്പൊ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ അതിന്റെ ആ സ്ട്രഗിൾ പീരീഡിന്റെ ഒരു ഹൈലൈറ്റ് എന്തായിരുന്നു എന്ന് പറഞ്ഞാല് ആ ഒരു 2-2.5 വർഷം ഉണ്ടായിരുന്നു. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയമായിരുന്നു. പക്ഷെ ഞാൻ ചെന്നൈയിൽ പഠിക്കുമ്പോഴത്തേനും ഞാൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓഡിഷൻസ് കൊടുക്കുന്നു, ഡയറക്ടേഴ്സിനെ മീറ്റ് ചെയ്യുന്നു, പ്രൊഡ്യൂസേഴ്സിനെ മീറ്റ് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു പോയിന്റിൽ വേണമെങ്കിൽ എനിക്ക് എന്ന് വിചാരിക്കായിരുന്നു ഒരു സിനിമയിലായിരുന്നു വിട്ടുകളയാൻ, ഇനി പഠിത്തം മാത്രം നോക്കാം, ഈ ഒരു കരിയർ വേണ്ട. പക്ഷെ ആ ഒരു സമയത്ത് ഞാൻ ആക്ച്വലി എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ അങ്ങനെ വിചാരിക്കാതെ ഞാൻ നിരന്തരം റിജക്ഷൻ ആഫ്റ്റർ റിജക്ഷൻ ഫേസ് ചെയ്തിട്ട് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു പോയിന്റിലാണെന്ന് തോന്നുന്നു എൻ്റെ മനസ്സിൽ തന്നെ ഒന്ന് സബ് കോൺഷ്യസ്ലി ഫിക്സ് ആയത് ദാറ്റ് എനിക്ക് ഈ ഫീൽഡ് ഇഷ്ടമാണ്, എനിക്ക് ഈ കരിയർ ഇഷ്ടമാണ്, എനിക്കിത് ചെയ്യണം, എനിക്ക് ഇത് തന്നെ ചെയ്യണം എന്നുള്ള ആ ഒരു വിൽ പവർ എനിക്ക് ശരിക്കും വന്നത് അതാണ്. കാരണം വേണ്ടാന്ന് വെച്ചിട്ട് പുറകിലിട്ടിട്ട് മുന്നോട്ട് നടക്കായിരുന്നു. പക്ഷെ എത്ര ശ്രമിച്ചിട്ടാണെങ്കിലും എല്ലാം ഓക്കെയാക്കി എടുക്കണം എന്നുള്ളൊരു ബിലീഫും ഒരു ആഗ്രഹവും അപ്പൊ ഭയങ്കരമായിട്ട് മനസ്സിലുള്ളത് കൊണ്ടാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിന്റെയൊക്കെ റിസൾട്ട് ആയിരിക്കാം ഇപ്പൊ ചെറിയ ചെറിയ രീതിയിൽ എനിക്ക് നല്ല നല്ല സിനിമകളുടെ ഭാഗമാകാൻ കഴിയുന്നത്. അപ്പോൾ അത് സ്ട്രഗ്ലിംഗ് പീരീഡ് ആയിരുന്നു. പക്ഷെ അങ്ങനെ ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് ഉണ്ടായതിൽ ഇന്നിപ്പോ എനിക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഐ എം വെരി ഹാപ്പി. ഹായ് അക്ഷയ്. ഓക്കെ, എൻ്റെ ഫാമിലി ആയിട്ടൊരു ഫിലിം ചെയ്യുകയാണെങ്കിൽ ഞാൻ ഡയറക്ടർ ആവാം, എൻ്റെ അച്ഛൻ ക്യാമറമാൻ ആവട്ടെ, എൻ്റെ അമ്മേനെ നമുക്ക് ആർട്ട് ഡയറക്ടർ ആക്കാം, ഫുൾ സ്ഥലമൊക്കെ സെറ്റപ്പ് ആക്കുന്നത്, പിന്നെ 3 അനിയത്തിമാർ അഭിനയിക്കട്ടെ. ഓക്കെ അല്ലേ? ദേവിക, ദൈവം ഇപ്പൊ പറക്കാൻ ഒരു ചാൻസ് തന്നാല്, ടെക്നിക്കലി ഇപ്പൊ കൊറോണ ഒന്നും ഇല്ലെങ്കിൽ സ്വിറ്റ്സർലാൻഡ്. എനിക്ക് കൊച്ചിലോട്ടുള്ള ഭയങ്കര ആഗ്രഹമാണ് സ്വിറ്റ്സർലാൻഡിൽ പോകണം എന്ന്. കാരണം നമ്മൾ കുഞ്ഞിലെ റോഡ് റാഷ് കളിക്കത്തില്ലേ, അപ്പൊ റോഡ് റാഷില് ഒരു പുൽമേട് ഉണ്ടല്ലോ സൈഡിലല്ലേ, അപ്പൊ എന്റെ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു അതാണ് സ്വിറ്റ്സർലാൻഡ് എന്ന്. അപ്പൊ എനിക്ക് അന്ന് തൊട്ടേ ഭയങ്കര ഫാസിനേഷനാണ്. അപ്പൊ റോഡ് റാഷ് കളിക്കുമ്പോൾ ഞാൻ പണ്ട് അവർ സ്റ്റാർട്ട് പറഞ്ഞിട്ട് ഞാൻ റോഡിൽ കുറച്ച് പോയിട്ട് ഞാൻ ഇങ്ങനെ ഡൈവേർട്ട് ചെയ്ത് ഈ പുല്ലിൽ കയറി. കാരണം നമ്മൾ മാച്ച് ഒത്തിരി ജയിച്ചിട്ടുണ്ടാവുമല്ലോ, അപ്പൊ ഒരു ദിവസം ജസ്റ്റ് ഒന്ന് ഒരു സ്ഥലമൊക്കെ കാണാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പലപ്പോഴും ഇങ്ങനെ ഡീവിയേറ്റ് ചെയ്തിട്ട് ആ പുല്ലിൽ ഇങ്ങനെ കയറി ഇറങ്ങി സ്ഥലമൊക്കെ കാണാൻ പോകുന്നത്. കാരണം എന്റെ മനസ്സിൽ അപ്പൊ ഞാൻ സ്വിറ്റ്സർലാൻഡിൽ കൂടി പൊയ്ക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ എനിക്ക് സ്വിറ്റ്സർലാൻഡിൽ പോകണം ഭയങ്കര ആഗ്രഹമാണ്. അപ്പൊ പറക്കാൻ ഒരു ചാൻസ് കിട്ടി നമുക്ക് അവിടെ പോകാം. Hi Neera. Okay, so once I am no more in this world, how I'd like to be remembered. നമുക്കൊരു നല്ല സിനിമ കാണുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് ഭയങ്കര ഒരു സുഖമുള്ള ഫീലിംഗ് ആണ്. നമുക്ക് ചിലപ്പോൾ ഇറ്റ് മൈറ്റ് ഹാവ് ബീൻ എ ബാഡ് ഡേ ഓർ അത്ര സുഖമുള്ളൊരു ദിവസം അല്ലായിരുന്നിരിക്കാം. അങ്ങനത്തെ ഒരു ദിവസത്തിൽ ഒരു നല്ല സിനിമ കാണുമ്പോൾ കിട്ടുന്ന ഒരു ഫീലിംഗ്, ഇറ്റ് കെൻ ജസ്റ്റ് ചേഞ്ച് യുവർ മൂഡ്, യുവർ ഡേ. അപ്പൊ എനിക്ക് തോന്നുന്നു ഐ വോണ്ട് ടു ഡു കുറച്ചധികം നല്ല സിനിമകൾ. സിനിമ എന്ന് പറയുന്നത് ഇറ്റേണൽ ആണ്. ഇപ്പൊ ഇന്നുണ്ടാക്കുന്ന ഒരു സിനിമ ഒരു 1000 വർഷം കഴിഞ്ഞ് വേണമെങ്കിലും കാണാം. ഇറ്റ്സ് ഓൾ ദെയർ. അപ്പോൾ എനിക്ക് ഒരു കൂട്ടം നല്ല സിനിമകൾ ചെയ്യണം. നോട്ട് ജസ്റ്റ് ആസ് എൻ ആക്ടർ ബട്ട് ഇൻ വാട്ട് എവർ കപ്പാസിറ്റി ഐ ക്യാൻ. ഐ വോണ്ട് ടു ഡു സം ഗുഡ് ഫിലിംസ്. അത് എന്നെങ്കിലും എപ്പോഴെങ്കിലും ആർക്കെങ്കിലും ഒരു ബാഡ് ഡേ ഉള്ളപ്പോൾ ആ സിനിമ കാണുമ്പോൾ അവരുടെ ബാഡ് ഡേ ഒരു ഗുഡ് ഡേ ആക്കാൻ പറ്റുമെങ്കിൽ, wherever my soul is, I think my soul will be smiling. Hi Shriya, how do I deal with negative comments? Basically എനിക്കൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. അതായത് നമുക്ക് പോസിറ്റീവ് കമന്റ്സ് കിട്ടുന്നത് പോലെ തന്നെ നെഗറ്റീവ് കമന്റ്സും കിട്ടും. ആൻഡ് അതൊരു വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം അതൊരു നോർമൽ കാര്യമാണ്. നമ്മളെ കുറിച്ച് എല്ലാവരും ഒറ്റ സ്വരത്തില് നല്ല കാര്യങ്ങൾ മാത്രം പറയാൻ പോകുന്ന ഒരു ദിവസമുണ്ട്. ദാറ്റ് വിൽ ബി നമ്മൾ മരിക്കുന്ന ദിവസം. മരിച്ചൊക്കെ പോയി കഴിയുമ്പോൾ എല്ലാവരും പറയും, അയ്യോ നല്ല കുട്ടിയായിരുന്നു, നല്ല നടിയായിരുന്നു, നല്ല പാട്ടുകാരിയായിരുന്നു, നല്ല ഡാൻസ് കളിക്കുമായിരുന്നു, നല്ല വളരെ തങ്കപ്പെട്ട കുട്ടിയായിരുന്നു എന്നൊക്കെ എല്ലാവരും പറയും. അതപ്പം മാത്രമാണ്. അതുവരെ നമ്മൾ എന്ത് ചെയ്താലും ഇഷ്ടപ്പെടുന്നവർ കാണും, അത്ര ഇഷ്ടപ്പെടാത്തവർ കാണും. അത് വളരെ നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നമുക്ക് ഇങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിങ് മനസ്സിൽ വന്നാല് you'd rather be alive and listen to maybe few bad comments in the middle of a lot of good comments rather than be dead and listen to everybody praising you. അപ്പോൾ
നമ്മുടെ വേൾഡിൽ ഒരു ബാലൻസ് വേണമെങ്കിൽ പോസിറ്റീവും വേണം നെഗറ്റീവും വേണം. അപ്പോൾ ഞാൻ നെഗറ്റീവ് കമന്റ്സിനെ ബേസിക്കലി ഇങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത്. ഞാൻ പോസിറ്റീവ് നെഗറ്റീവ് ഒന്നും അധികം കാര്യമായിട്ട് എടുക്കാറില്ല. കാരണം ഇതിലൊന്നും വലിയ കാര്യമില്ല. നമുക്ക് നമ്മുടെ സോൾ, നമ്മുടെ ഹാർട്ട് ഉണ്ട്. അത് നമ്മളോട് എന്താണോ പറയുന്നത്, അവിടെ നമുക്ക് എന്താണോ തോന്നുന്നത്, അതാണ് പ്രാധാന്യമുള്ള കാര്യം. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് പോട്ടെ, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഒരു ദിവസം ഉറങ്ങി എണീക്കുമ്പോൾ ശരിയാവാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. സോ യാ. ഹായ് പ്രസില്ല. ഇത് ആക്ച്വലി ഒത്തിരി പേര് കോമൺ ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആയിരുന്നു. ഞാൻ ഫോട്ടോസ് ആൻഡ് വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ എന്താണ് ഉപയോഗിക്കുന്നത്? ഫോട്ടോസ് എഡിറ്റ് ചെയ്യാൻ ഞാൻ ബേസിക്കലി പറയുമ്പോൾ തന്നെ എനിക്ക് ചിരി വരും. ഓക്കെ, ഫോട്ടോസ് എഡിറ്റ് ചെയ്യാൻ ഞാൻ ഫോണിൽ സ്നാപ്സീഡ് ഉപയോഗിക്കാറുണ്ട്, ലൈറ്റ് റൂം ഉപയോഗിക്കാറുണ്ട്, ദെൻ 1998 ക്യാം എന്ന് പറയുന്ന ഒരു ആപ്പ് യൂസ് ചെയ്യാറുണ്ട്. ഇതൊക്കെയാണ് പ്രൈമറിലി യൂസ് ചെയ്യുന്നത്. പിന്നെ ഫോട്ടോഷോപ്പ് യൂസ് ചെയ്യാറുണ്ട് ലാപ്ടോപ്പിൽ. എല്ലാം കൂടി ഒന്നും ഉപയോഗിക്കാറില്ല. എനിക്ക് ഓരോ ഫോട്ടോയ്ക്കൊക്കെ തോന്നുന്ന പോലെ ഐ യൂസ് സംതിങ്. ആൻഡ് വീഡിയോ എഡിറ്റിങ്ങിന് ലാപ്ടോപ്പിൽ ഐ യൂസ് അഡോബി പ്രീമിയർ പ്രോ ആൻഡ് ഫോണിൽ ഐ യൂസ് ദിസ് ആപ്പ് കോൾഡ് ഇൻഷോട്ട്. ഇതൊക്കെയാണ് എഡിറ്റിങ്ങിന് ഉപയോഗിക്കുന്നത്. ഹായ് അജയ്. Okay, ഈ question, are you saying that I am real and different? If yes, thank you. എനിക്ക് തോന്നുന്നു വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ടു ബി റിയൽ, ടു ബി യുവർ സെൽഫ്. കാരണം അതാകുമ്പോൾ പണി ഭയങ്കര എളുപ്പമല്ലേ. നമ്മൾ പ്രിറ്റൻഷ്യസ് ആയി വേറൊരാളെ പോലെ പെരുമാറാനൊക്കെ ശ്രമിക്കുകയാണെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ ജസ്റ്റ് ലൈക്ക് ഒരു കള്ളം പറഞ്ഞാൽ നമ്മൾ അത് മറയ്ക്കാൻ ഒരു 100 കള്ളം പറയണം, പിന്നെ എപ്പോഴും ആ ഒരു കള്ളം മെയിൻറ്റെയിൻ ചെയ്യണം. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മളായിട്ട് തന്നെ സിമ്പിളായിട്ട് റിയലായിട്ട് നമ്മളായിട്ട് തന്നെ ഇരുന്നാൽ ഭയങ്കര എളുപ്പമല്ലേ സംഭവം. ആൻഡ് നമുക്ക് എല്ലാവർക്കും ഒരു സൂപ്പർ പവർ ഉണ്ട്. അതെന്താന്ന് വെച്ചാൽ ഐ എം മീ ആൻഡ് നോബഡി എൽസ് കെൻ ബി മീ. അതേപോലെ യു ആർ യു ആൻഡ് നോബഡി എൽസ് കെൻ ബി യു, ആൻഡ് ദാറ്റ് ഈസ് യുവർ സൂപ്പർ പവർ ആൻഡ് മൈ സൂപ്പർ പവർ. സോ be happy to be what you are and confidently and proudly be yourself. Yeah, that's easy. Hi Anamika. എനിക്ക് അങ്ങനെ ഒത്തിരി കാര്യങ്ങളൊന്നും ഇല്ല പറയാൻ. പക്ഷെ ഒരു കാര്യം, ഇറ്റ്സ് ആക്ച്വലി റിയലി വിയേർഡ്. ഞാൻ കോളേജ് പഠിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ഞാൻ ടെക്നിക്കലി സ്റ്റീവ് ലോപ്പേസ് മാത്രം ചെയ്തിട്ടുള്ള സമയം. അപ്പോൾ ഇത്ര എഫേർട്ട് എടുത്ത് ഒരാൾ എനിക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒന്നും ഞാൻ ചെയ്തിട്ടും ഇല്ല. അപ്പം ഇത്ര ഒരു തീവ്ര ഫാൻ എനിക്ക് തന്നെ വിശ്വസിക്കാൻ എന്ത് കണ്ടിട്ടാണ് അയാൾക്ക് ഇത്ര ഒരു ഇതെന്നൊക്കെ എനിക്കറിയില്ല. അപ്പം ഞാൻ കോളേജ് പഠിക്കുന്ന ഒരു ദിവസം ഞാൻ ക്ലാസ്സിൽ ഇരിക്കുകയാണ്. അപ്പോൾ എൻ്റെ മാം വന്നിട്ട് പറഞ്ഞു ഓഫീസ് റൂമിലേക്ക് ഒന്ന് വരണം, HOD വാണ്ട്സ് ടു ടോക്ക് ടു യു എന്ന്. അപ്പം ഞാൻ ഹാവ് ഓൾവേസ് ബിൻ എ വെരി ഗുഡ് സ്റ്റുഡൻറ്റ് ഇൻ കോളേജ്. അങ്ങനെ പ്രശ്നത്തിലൊക്കെ കയറുന്ന ആളൊന്നുമല്ല. ഞാൻ വിചാരിച്ചു ഓക്കെ എന്തെങ്കിലും പറയാനായിരിക്കും. അവിടെ പോയപ്പോൾ എല്ലാവരും ഇങ്ങനെ എന്നെ നോക്കിക്കൊണ്ടിരിക്കുക. ഞാൻ ചോദിച്ചു വാട്ട് ഹാപ്പൻഡ്. അപ്പോൾ അവരെനിക്കൊരു കൊറിയർ തന്നു. എന്നിട്ട് പറഞ്ഞു ദാറ്റ് ദിസ് കൊറിയർ കെയിം ഫോർ യു. ഞാൻ ചെന്നൈയിലാണ് പഠിച്ചത്. ദിസ് കൊറിയർ കെയിം ഫോർ യു ആൻഡ് വാട്ട് ഈസ് ഇറ്റ് എന്ന് ചോദിച്ചു. വാട്ട് ഈസ് ഓൾ ദിസ് എന്ന് ചോദിച്ചു. അപ്പോൾ ഒരാൾ എവിടെ നിന്നോ എനിക്ക് കോളേജിലേക്ക് ഒരു കൊറിയർ അയച്ചു. കൊറിയറിൽ ഒരു ലവ് ലെറ്ററും ഉണ്ടായിരുന്നു, ഒരു ഗിഫ്റ്റ് ഉണ്ടായിരുന്നു, ഒരു മാലയോ അങ്ങനെ എന്തോ. അപ്പോൾ ഈ കോളേജിൽ അവർ ഓഫീസ് റൂമിൽ അവർ ഓൾറെഡി ഈ കൊറിയർ പൊട്ടിച്ച് അവർ തുറന്ന് ലവ് ലെറ്റർ ഒക്കെ വായിച്ചു. അപ്പോൾ ലവ് ലെറ്റർ മലയാളത്തിലായിരുന്നു സംഭവം, അതുകൊണ്ട് അവർക്ക് വായിക്കാൻ പറ്റിയില്ല. പക്ഷേ ഐ ലവ് യു എന്നുള്ളത് മാത്രം ഒരു 3-4 പേജുള്ള ലവ് ലെറ്റർ ആയിരുന്നു. ഒരു 10 പ്രാവശ്യമെങ്കിലും അത് മാത്രം ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ HOD നോക്കിയപ്പോൾ ലെറ്റർ മൊത്തം മലയാളത്തിലാണ്, പക്ഷെ ഐ ലവ് യു എന്നിങ്ങനെ ഉണ്ടായിരുന്നു. അവരെൻ്റെ അടുത്ത് ചോദിച്ചു വാട്ട് ഈസ് ഓൾ ദിസ്. അപ്പം ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. കാരണം എനിക്ക് അങ്ങനെയൊന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ല. എനിക്ക് ആകെ ഒരു ചമ്മലായിപ്പോയി. ഞാൻ പറഞ്ഞു അയ്യോ സോറി. എനിക്ക് തന്നെ അതോടെ ചിരി വരാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു സോറി, എനിക്ക് അറിയത്തില്ല ഇത് എന്താണ് എങ്ങനെയാണ് സംഭവിച്ചത്. അയാൾ ഭയങ്കര ഒരു കഥയൊക്കെ എഴുതി എന്നെ കല്യാണം കഴിക്കണം, എന്നെ ഭയങ്കര ഇഷ്ടമാണ്, അയാളുടെ മൊബൈൽ നമ്പറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് എനിക്ക് വേണ്ടി സംഭവിച്ച ഒരു വിയേർഡ് തിങ്. കോളേജിൻ്റെ അഡ്രസ്സ് കണ്ടുപിടിച്ച് പുള്ളി ലവ് ലെറ്റർ അയച്ചു. അപ്പോൾ ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടുള്ള കക്ഷിയായിരുന്നു എന്ന് തോന്നുന്നു. ഹായ് എബ്ലിൻ. ഇതൊരു ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഒരു ഹൈപ്പോത്തറ്റിക്കൽ ആൻസർ സെലക്ട് ചെയ്യാലോ. ഐ ടേക്ക് മൈ മദർ അലോങ് വിത്ത് മീ സോ ദറ്റ് എൻ്റെ ആഫ്റ്റർ ലൈഫിലും ഷീൽ ബി മൈ മദർ.
Hi Kevin. Most interesting thing about Trivandrum which I can't get anywhere. Of course, നമ്മൾ ജനിച്ചു വളർന്ന സ്ഥലം എന്ന് പറയുന്നത് ഒരു സ്ഥലമല്ലേ ഉള്ളൂ. അപ്പോൾ അതെനിക്ക് ട്രിവാൻഡ്രം ആണ്. എനിക്ക് വേറെ ഒരു സ്ഥലത്തും ഇനിയിപ്പോൾ ജനിച്ച് വളരാൻ പറ്റില്ലല്ലോ. So yeah, that. Hi Binu. Interesting question. What's the most valuable and unique thing about my body? My fingers. കുറേ പേര് പറയാറുണ്ട് that you know it's very long and thin. A lot of people എന്നെ അപ്പം കാണുന്നവർ വരെ നോട്ടീസ് ചെയ്യാറുണ്ട് you've got long fingers. So yeah. Family. Big family, 4 girls. അതൊരു യൂണീക്ക് കാര്യമല്ലേ. Then me. I think a lot. ഞാൻ ഒത്തിരി ഇങ്ങനെ ആലോചിച്ച് I come up with something. അപ്പം അത് യൂട്യൂബ്. The valuable and unique thing about YouTube എന്താണെന്ന് പറഞ്ഞാൽ I think it's one of the biggest platforms in the whole world. എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിൽ വരുമ്പോഴത്തേക്കും ഇറ്റ് ഈസ് ഹ്യൂമങ്കസ്. ഒരു വലിയ ലോകമാണ് യൂട്യൂബ്. യാ. ഇൻസ്റ്റഗ്രാം. എൻ്റെ ഇൻസ്റ്റഗ്രാമിനെ പറ്റി ഐ ലവ് മൈ ഫീഡ്. എനിക്ക് എൻ്റെ ഫീഡ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഒത്തിരി എഫേർട്ടൊക്കെ ഇട്ടാണ് ഫീഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ ഫീഡ് ഭയങ്കര സ്പെഷ്യലാണ്. ദാറ്റ്. സ്കൂളിൻ്റെ ഏറ്റവും സ്പെഷ്യൽ കാര്യം ഇസ് ഓൾ ദ മെമ്മറീസ്. 4 വയസ്സുള്ളപ്പോൾ തൊട്ട് 17 വയസ്സ് വരെ ഓടിച്ചാടി നടന്ന സ്ഥലമല്ലേ. അപ്പോൾ ഒത്തിരി മെമ്മറീസ് ഉള്ള സ്ഥലമാണ്. That. College, my friends. I had the bestest friends ever in college. Yeah, so എനിക്ക് കോളേജ് എന്ന് പറയുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്ന അവരുടെയൊക്കെ മുഖമാണ്. ആൻഡ് ഗേൾസിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണ്? ഗേൾസ് ആർ സ്പെഷ്യൽ ആസ് ഇറ്റ് ഇസ്, യുനോ. ഗേൾസ് ഓവറോൾ ആയിട്ട് സ്പെഷ്യലാണ്. ഐ സൗണ്ട് സോ ക്രിഞ്ച്. ഗേൾസിൻ്റെ സ്പെഷ്യാലിറ്റി ഈസ് ദാറ്റ് ഗേൾസ് ആർ ഗേൾസ്, ദാറ്റ്സ് ഓൾ. Hi Kuriakos. Naughty thing I've done in my childhood. Okay. ഞാനൊരു 5-6 years ഉള്ളപ്പോൾ എൻ്റെ അച്ഛൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, അപ്പ ഹാജ എന്ന് പറഞ്ഞിട്ട്. പുള്ളി ആക്ടറാണ്. അപ്പോൾ പുള്ളിക്ക് 3 മക്കളുണ്ട്. അപ്പോൾ ഈ പറയുന്ന സമയത്ത് ഇളയാൾ ജനിച്ചിട്ടില്ല. അപ്പോൾ 2 പേരുണ്ട്. ഹാജമാമിനും ഫാമിലി നമ്മുടെ വീട്ടിൽ വന്നു. എൻ്റെ ഫ്രണ്ട് ഋത്തിക എന്ന് പറയുന്ന കുട്ടി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ, ഓസി, ഇഷാനി, പിന്നെ ഇവർ 3 പേരുണ്ട്. അപ്പം നമ്മളെല്ലാവരും റൂമിൽ കളിക്കുമായിരുന്നു. ആ സമയത്ത് എൻ്റെ അപ്പൂപ്പൻ ഗൾഫിൽ നിന്ന് എന്തോ വന്നപ്പോൾ കുറേ ഈ ഷാംപൂ, കണ്ടീഷണർ, എന്തൊക്കെയോ ഫുഡ് ഐറ്റംസ്, അത് ഇത് മറ്റത് മറിച്ചത് കുറേ ആ മുറിയിലൊരു കബേർഡിലുണ്ടായിരുന്നു. അപ്പം നമ്മളെല്ലാവരും കൂടി ആ കബേർഡ് തുറന്ന് ഈ ഷാംപൂ ഇങ്ങനെ ഫുള്ളെടുത്ത് താഴെ ഇട്ടു, കണ്ടീഷണർ ഫുള്ളെടുത്ത് താഴെ ഇട്ടു, അവിടെ നിന്ന് ടൊമാറ്റോ സോസ് ഒക്കെ ഉണ്ടായിരുന്നു, അതിട്ടു, കൈ കിട്ടിയത് എല്ലാം എടുത്ത് ഇങ്ങനെ ഇട്ടു. എന്നിട്ട് നമ്മൾ മറ്റേ വിരവി, അപ്പോൾ ഷാംപൂ കണ്ടീഷണറൊക്കെ ഇപ്പോൾ പതയൊക്കെ വരാൻ തുടങ്ങി. നമ്മൾ എല്ലാം അലങ്കോലമായി പതയൊക്കെ പറക്കാനൊക്കെ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് തന്നെ തോന്നി യുനോ പ്രശ്നമാവും. അതുകൊണ്ട് ആരെങ്കിലും കാണുന്നതിന് മുമ്പ് ഇത് നമുക്കങ്ങ് തുടച്ചങ്ങ് വൃത്തിയാക്കാം. പക്ഷെ എന്ത് വെച്ച് തുടയ്ക്കും, കാരണം വെളിയിൽ ഇറങ്ങി പോകാൻ പറ്റില്ലല്ലോ. അപ്പം അതേ മുറിയിൽ എൻ്റെ അപ്പച്ചിയുടെ മുറിയായിരുന്നു അത്. പുള്ളിക്കാരിയുടെ സാരിയൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഇത് സാരി ഇരിക്കല്ലേ, ഇതുപോലെ നല്ല നീളം ഉണ്ടല്ലോ. അങ്ങനെ കബേർഡ് തുറന്നൊരു കുറേ സാരിയൊക്കെ വാരി തറയിലിട്ട് തുടച്ചിങ്ങനെ എന്തോ ഒരു അലങ്കോലം ആക്കിക്കൊണ്ടിരുന്നപ്പോൾ അമ്മ കയറി വന്നു. പിന്നെ എനിക്ക് ബാക്കിയൊന്നും ഓർമ്മയില്ല. അമ്മ അടിച്ചു, കൊന്നില്ല എന്നേ ഉള്ളൂ. അമ്മ അടിച്ച് അമ്മ എന്തൊക്കെ ചെയ്തു എന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അതൊരു മറക്കാൻ പറ്റാത്ത ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. Hi Aparna. Have I ever dealt with low self-esteem issues? Yeah, എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു 10 years തൊട്ടൊരു 13 years ഒക്കെ വരെ ഒരു ഫേസ് ഉണ്ടായിരുന്നു. എനിക്കെന്തോ അങ്ങനെ ഭയങ്കര ലോ സെൽഫ് എസ്റ്റീം ഒന്നും അല്ല, പക്ഷെ എനിക്കെന്തോ ചെറിയ ഇൻസെക്യൂരിറ്റീസ് ഒക്കെ തോന്നാറുണ്ടായിരുന്നു. വാട്ട് ആം ഐ എന്നൊക്കെ ഉള്ളൊരു ഫിഗറിങ് ഔട്ട് ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, അങ്ങനത്തെ കുറേ ഇൻസെക്യൂരിറ്റീസ് ഉണ്ടായിരുന്നു. വിത്ത് ഫ്രണ്ട്സ് ആൻഡ് യുനോ അങ്ങനെ കുറച്ച് ഇൻസെക്യൂരിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് പയ്യെ അങ്ങ് പതുക്കെ അങ്ങ് മാറി. ഞാനൊന്നും ചെയ്തിട്ടല്ല. വിത്ത് ടൈം അതങ്ങ് മാറി. ഓർഗാനിക്കലി ഇൻ എ വെരി ഹെൽത്തി വേ അതങ്ങ് മാറി. ആൻഡ് യു വൺ മോർ ക്വസ്റ്റ്യൻ, ദ ബിഗ്ഗസ്റ്റ് പോസിറ്റീവ് ദാറ്റ് യു ഫൈൻഡ് ഇൻ ദ പാരന്റിങ്. എനിക്ക് കിട്ടിയിട്ടുള്ള പാരന്റിങ്ങിൽ എനിക്ക് ഏറ്റവും ഒരു പ്ലസ് എന്താണെന്ന് വെച്ചാൽ, മൈ പേരൻസ് ഓൾവേസ് കൺസിഡേർഡ് മീ സ്പെഷ്യൽ. അവരെപ്പോഴും ഞാൻ എന്ത് ചെയ്താലും ദേ യൂസ് ടു ലൈക്ക് പ്രേസ് മീ, ദേ യൂസ് ടു സേ ഗുഡ് തിങ്സ് അബൌട്ട് മീ. മൈ പേരൻസ് വർ വെരി പ്രൗഡ് ഓഫ് മീ, വെരി ഓപ്പൺലി. ഞാൻ പ്രത്യേകിച്ചൊക്കെ ഒന്നും ചെയ്യാത്ത സമയം അവരെന്നെ പറ്റി ഭയങ്കര പ്രൗഡായിരുന്നു. ഐ റിമെമ്പർ എനിക്ക് 11th എന്ത് വെച്ച് നല്ല മാർക്സ് കിട്ടിയപ്പോൾ എനിക്ക് അവരൊരു ഫാസ്റ്റ് ട്രാക്കിൻ്റെ ഒരു വാച്ച് വാങ്ങിച്ചു തന്നു. ആൻഡ് ഈച്ച് ടൈം ഐ ലുക്ക് അറ്റ് ദാറ്റ് വാച്ച് ടു ചെക്ക് ദ ടൈം, ഐ ഗെറ്റ് റിമൈൻഡഡ് ഓഫ്, എൻ്റെ പേരൻസ് എന്നെ പറ്റി പ്രൗഡ് ആയതുകൊണ്ടാണ് ഇത് വാങ്ങിച്ചു തന്നത് എനിക്ക്. സോ യാ,
എൻ്റെ അച്ഛനും അമ്മയും എപ്പോഴും എന്നെ പറ്റി പ്രൗഡായിരുന്നു എന്നുള്ളത് നോയിങ്ലി ഓർ അൺനോയിങ്ലി അത് എനിക്ക് വളരെ കോൺഫിഡൻസ് തന്നിട്ടുള്ളൊരു ഫാക്ടറാണ്. സോ വെൻ ഐ ബിക്കം എ പാരൻറ്റ് ഐ വിൽ ഓൾവേസ് ബി വെരി പ്രൗഡ് ഓഫ് മൈ ചിൽഡ്രൻ. ആൻഡ് ഞാൻ അവരോട് പറയും, നിങ്ങൾ നല്ലതാണ്, യു ആർ ഡൂയിങ് വെൽ, യു ആർ ഡൂയിങ് ഗുഡ്, യു ആർ റിയലി ഗുഡ്. അത് വളരെ പവർഫുൾ ആണ്. സോ when you guys become parents, make sure that you're proud of your children. Make sure that you should be very happy about your children and they should be aware of it. It's very helpful. Yeah. ഞാൻ ഈ ക്വസ്റ്റ്യൻ ബേസിക്കലി സെലക്ട് ചെയ്തത് ഇസ് നോട്ട് ബിക്കോസ് ഐ ലവ് ദ ക്വസ്റ്റ്യൻ, ഇറ്റ്സ് ബിക്കോസ് എന്നെ വല്ലാണ്ട് എഫക്റ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അതായത് ഇങ്ങനെയൊക്കെ ആൾക്കാർ ഇപ്പോഴും ചിന്തിക്കാറുണ്ടോ എന്നുള്ളൊരു ഇതായിരുന്നു. വാട്ട് ഈസ് ദിസ്, ഹൗ ഡിഡ് യു ബിക്കം ഫെയർ, പ്ലീസ് ഗിവ് ടിപ്സ്. ആരാണ് പറഞ്ഞത് വെളുത്തിരുന്നാൽ എന്തോ ഭയങ്കര സംഭവമാണെന്ന്? ഫെയർ ഇസ് നോട്ട് ദി ഓൺലി ലവ്ലി തിങ്. ഈ ലോകത്ത് ഒത്തിരി 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 കോംപ്ലക്ഷൻസ് ഉണ്ട് ആൻഡ് ഈച്ച് കോംപ്ലക്ഷൻ ഇസ് ആസ് ബ്യൂട്ടിഫുൾ ആസ് ദി അതർ കോംപ്ലക്ഷൻ. അല്ലാതെ ഇത് അതിനേക്കാൾ നല്ലത്, അങ്ങനെ ഇരുന്നാൽ ഇതിനേക്കാൾ നല്ലത്, അങ്ങനെയൊന്നും എവിടെ എഴുതി വെച്ചിട്ടില്ല. ഏതോ കുറച്ച് പരസ്യങ്ങളൊക്കെ കണ്ടിട്ട് നമ്മുടെ മനസ്സിൽ കയറി വന്ന കുറച്ച് മോശം ചിന്താഗതികളാണ് ഇതൊക്കെ പുറകിൽ വലിച്ചെറിഞ്ഞിട്ട് ബ്രോഡ് ആൻഡ് വൈഡ് മൈൻഡഡ് ആയിട്ട് മുന്നോട്ട് നടക്കേണ്ട സമയമൊക്കെ പണ്ടേ കഴിഞ്ഞിരിക്കുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ബ്യൂട്ടിഫുൾ അല്ലെങ്കിൽ ഭയങ്കര ഭംഗിയുള്ളൊരു ആളെന്നൊക്കെ പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം മനസ്സിൽ നന്മയുള്ള, മറ്റൊരാൾക്ക് നല്ലത് നടക്കുന്നതിൽ സന്തോഷിക്കാൻ കഴിയുന്ന, വേറൊരാൾക്ക് ഉപദ്രവമൊക്കെ ചെയ്യാനുള്ള ഒരു ഉദ്ദേശവും ഇല്ലാത്ത ഒരു മനസ്സുള്ള ഒരാളാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ബ്യൂട്ടിഫുൾ and lovely and whatever good words you want to associate. So please get it straight into your head that fair is not the only lovely thing. Yeah. Pick 3 movie series character. Hi Aishwarya, good question. Professor, Nairobi, Jon Snow. Hi Ammu, my pet name is also Ammu. Which profession deserves the highest respect? ഒത്തിരി 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 പ്രൊഫഷൻസ് ഉണ്ട്. നമ്മൾ ഒരിക്കലും ആലോചിക്കുകയോ പറയാത്ത ഒത്തിരി പ്രൊഫഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ വീട്ടിൽ പൈപ്പ് കേടാകുമ്പോൾ റിപ്പയർ ചെയ്യാൻ വരുന്ന ആൾക്കാരില്ലേ, ഭയങ്കര പണിയാണ്, പക്ഷെ വലിയ ശമ്പളമൊന്നും കിട്ടാറില്ല. അത് അങ്ങനത്തെ ഒക്കെ ആൾക്കാരില്ലാതെ നമുക്ക് നമ്മുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകും? ഇങ്ങനത്തെ ചെറിയ 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 എത്ര പണികളുണ്ട്. കാർപ്പൻറ്റേഴ്സ്, അങ്ങനെ ഒത്തിരി ആരും പ്രശംസ ഒട്ടും കിട്ടാത്ത ഒത്തിരി 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 പ്രൊഫഷൻസ് ഉണ്ട് ആലോചിച്ച് നോക്കുവാണെങ്കിൽ. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മളെപ്പോഴും ഭയങ്കര റെസ്പെക്റ്റോടെ നോക്കുന്നത് എപ്പോഴും ഡോക്ടേഴ്സ് ആൻഡ് നഴ്സസ് ആണ്. കാരണം എനിക്ക് തോന്നുന്നു ഈ ലോകത്ത് നമുക്ക് അറിയാവുന്നതിൽ വെച്ചിട്ട് ഏറ്റവും ഒരു ദൈവികത ഉള്ള നമ്മളെ അസോസിയേറ്റ് ചെയ്യുന്നത് ഒന്ന് ദൈവം, 2 അമ്മ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള ദൈവങ്ങൾ എന്ന് പറയുന്നത് ഡോക്ടേഴ്സ് ആണ്. നമ്മൾ വയ്യാതെ പോകുമ്പോൾ നമ്മൾ അവരുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുക, നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക, എന്തെങ്കിലും ചെയ്യണേ എന്നുള്ള രീതിയിൽ. അപ്പോൾ എനിക്ക് ഡോക്ടേഴ്സ് ഞാൻ എപ്പോഴും ഐ അസോസിയേറ്റ് ദം വിത്ത് ഗോഡ്. ആൻഡ് നേഴ്സസ് എന്ന് പറയുന്നത് നമുക്ക് വയ്യാതെയൊക്കെ ആകുമ്പോൾ നമ്മുടെ അമ്മ മാത്രം നമുക്ക് ചെയ്തു തരുന്ന ചില കാര്യങ്ങളുണ്ട് വിച്ച് യു കാണ്ട് എക്സ്പെക്ട് എനിബഡി എൽസ് ടു ഡു. നമ്മുടെ അമ്മ കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി അതൊക്കെ ചെയ്തു തരാൻ വേണ്ടിയിട്ട് ഈ ലോകത്തുള്ളത് എനിക്ക് തോന്നുന്നു നേഴ്സസ് ആണ്. അപ്പോൾ എനിക്ക് ഡോക്ടേഴ്സ് ആൻഡ് നേഴ്സസ് ആർ ലൈക്ക് ഗോഡ് ആൻഡ് മദേഴ്സ് പോലെയാണ് എൻ്റെ മനസ്സിൽ ഞാൻ I think of it like that. So out of the many jobs which deserve a lot of respect, these 2 are certainly some of those. Hi Sukrita, നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യനിലെത്തി, 20th question. A good thing. Okay, ഞാൻ ചെന്നൈയിൽ പഠിക്കുന്ന സമയം, ഫൈനൽ ഇയർ, അപ്പോൾ 2016 എന്തോ ഒരു പേയ്മെന്റ് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് നാട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ എൻ്റെ ഹോസ്റ്റലിൻ്റെ അടുത്തൊരു SBI ബാങ്ക് ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് അന്ന് കോളേജ് ഒരു 10 മണി എന്തോ ആകുമ്പോഴായിരുന്നു പോകേണ്ടത്. ബാങ്ക് തുറക്കുന്നതും 10 മണിക്കാണ്. അപ്പം ഞാൻ ഒരു 9:45 ഞാൻ ബാങ്കിൻ്റെ അവിടെ വെളിയിൽ പോയി നിന്നു. അപ്പോൾ സാധാരണ ആരും ഇത്രയും നേരത്തെ ഒന്നും ബാങ്കിൽ പോകത്തില്ലല്ലോ, എല്ലാവരും ഒരു 10:11 ആയിട്ടില്ലേ പോകും. അപ്പോൾ എനിക്ക് വേഗം ഈ കാശ് അവിടെ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് എനിക്ക് കോളേജിൽ പോകണം. അപ്പം ഞാനിങ്ങനെ വെളിയിൽ നിൽക്കുക. അപ്പം ഞാനും ഉണ്ട് കുറച്ച് മറ്റേ മൈഗ്രൻ്റ് വർക്കേഴ്സ് ഉണ്ടല്ലോ, ഈ പണിക്കാർ, അങ്ങനെ ഒരു 7-8 പേര് ഞാനും മാത്രം ഇങ്ങനെ ബാങ്കിൻ്റെ വെളിയിൽ ഇങ്ങനെ നിൽക്കുമോ ഒന്ന് വേഗം. കാരണം അവർക്കും
ബാങ്ക് തുറന്നാൽ ചെയ്യേണ്ട കാര്യം ചെയ്തിട്ട് അവർക്ക് ജോലിക്ക് പോകണം, എനിക്കും അത് കഴിഞ്ഞിട്ട് കോളേജിൽ പോകണം. അപ്പം ഞാനിങ്ങനെ അവിടെ നിന്നപ്പോൾ ഒരു മൈഗ്രന്റ് വർക്കർ, ഒരു പുള്ളി ഇങ്ങനെ എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ സെക്യൂരിറ്റി എടുത്ത് പോയി ചോദിക്കുന്നുണ്ടായിരുന്നു എപ്പോൾ തുറക്കും. അപ്പോൾ അവർ പറഞ്ഞു ഷാർപ്പ് 10 ആണ്. ഞാൻ സമയം നോക്കുന്നുണ്ട്. അപ്പം ഇറ്റ് വാസ് വെരി എവിഡൻറ്റ് ദാറ്റ് ഞാനൊരു ധൃതിയിലാണ്. അപ്പം ഈ ഒരു പുള്ളി എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ സ്വാഭാവികമായിട്ടും ഐ എം സോറി ഐ ഫെൽറ്റ് ദാറ്റ് വേ. പക്ഷെ ഞാൻ മനസ്സിൽ വിചാരിക്കുന്നത് ഇയാൾ എന്താ ഇങ്ങനെ എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. സോ എനിക്കത് കുറച്ച് അൺഈസി ആവുന്നുണ്ടായിരുന്നു. ഇയാൾ എന്നെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് കറക്റ്റ് 10 മണിക്ക് ബാങ്ക് തുറന്നു. അപ്പം ഞാനിങ്ങനെ ധൃതിയിൽ കയറാൻ നിന്നപ്പോൾ ഇയാൾ ഓടിപ്പോയി അകത്ത്. ഞാൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇത്ര ഓവറാവേണ്ട ആവശ്യമുണ്ടോ, പതുക്കെ പോയാൽ പോരെ. അപ്പം നമുക്ക് അകത്ത് പോയി ടോക്കൺ ഇടണം. അപ്പം ഞാൻ പുറകെ ഓടി സെക്കൻഡ് വല്ലതും ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട്. ഇയാൾ ഓടി അകത്ത് പോയി. ഇയാൾ 2 ടോക്കൺ എടുത്തു. എന്നിട്ട് ടോക്കൺ നമ്പർ 1 ഇയാൾ എനിക്ക് തന്നു. ഞാൻ എടുക്കാൻ പോയപ്പോൾ ഇയാൾ ഇങ്ങനെ തന്നിട്ട് യേലോന്ന് എന്തോ ഹിന്ദിയിൽ പറഞ്ഞിട്ട് പുള്ളി പോയി. ഞാൻ മറ്റേ ബ്ലിങ്കസിയാന്നായി പോയി. കാരണം ആ ഒരു ഒറ്റ സെക്കൻഡിൽ എനിക്ക് എത്ര ഇമോഷൻസ് ആണെന്നറിയോ എൻ്റെ ഉള്ളിലൂടെ പോയത്. എനിക്ക് മറ്റേ ആകെ ഒരു കുറ്റബോധം തോന്നി. കാരണം അയ്യോ ഞാൻ അയാളെ തെറ്റിദ്ധരിച്ചല്ലോ. ആൻഡ് ഐ വോണ്ടഡ് ടു സേ താങ്ക്സ്. കാരണം പുള്ളി അത് എങ്ങനെ ജഡ്ജ് ചെയ്ത് എന്താണ് അവിടെ പുള്ളിയുടെ പ്രസൻസ് ഓഫ് മൈൻഡിൽ വർക്ക് ചെയ്തതെന്ന് എനിക്കറിയില്ല. അപ്പോൾ യുനോ ഇതിപ്പോൾ നടന്നിട്ട് 4 വർഷമായി. പക്ഷെ ആ ഇൻസിഡന്റ് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ക്രിസ്റ്റൽ ക്ലിയർ. അത് കഴിഞ്ഞ ഉടനെ ഞാൻ വീട്ടിൽ അമ്മേനെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ സംഭവിച്ചു. അപ്പോൾ ഈ ലോകത്ത് ഒത്തിരി നല്ല ആൾക്കാരും ഉണ്ടെന്ന് നമ്മുടെ വിശ്വാസം റീഇൻസ്റ്റേറ്റ് ചെയ്യുന്ന ചില ഇൻസിഡൻസ് ഉണ്ടല്ലോ. ഇറ്റ് വാസ് സർട്ടൻലി വൺ ഓഫ് ദോസ് ഫോർ മീ. ഓക്കെ, സോ നമ്മൾ 20 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തു. ദാറ്റ് വാസ് ഫൺ. ഈ 20 ക്വസ്റ്റ്യൻസ് ചൂസ് ചെയ്യുന്നതിനെക്കാട്ടിലും മച്ച് ഈസിയർ ആയിരുന്നു ഇത് ആൻസർ ചെയ്യാൻ. അപ്പോൾ താങ്ക് യു സോ മച്ച്. Thank you for the questions. I hope you liked the answers. If you did like all of this, do not forget to like, share, subscribe.